നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വർക്ക്, എനർജി, പവർ എന്നീ 3 കാര്യങ്ങളുടെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഡെഫിനിഷൻസ്, ഫോർമുലാസ്, എക്സാമ്പിൾസ്, പിന്നെ RRBയുടെ എക്സാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ് പ്രകാരം ഫോഴ്സ് അല്ലെങ്കിൽ വർക്ക് നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവണം. ഇൻ ഫിസിക്സ് വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഓൺലി വെൻ ഫോഴ്സ് കോസസ് ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യണത് F, ഡിസ്പ്ലേസ്മെൻറ്റ് D. അപ്പോൾ W ഈസ് ഈക്വൽ ടു FD കോസ് തീറ്റയാണ് വരുന്നത്. ഈ ഇക്വേഷന് 3 കേസസ് ആണ് വരുന്നത്. ഒന്ന്, ഫോഴ്സ് കൊടുത്തു ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നു, അങ്ങനെ ആകുമ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു പക്ഷേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോളിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്. ആ കേസിൽ നമുക്ക് ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു വർക്കായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നോ വർക്കാണ്. പക്ഷെ നമ്മുടെ ട്രോളി ഉന്തുമ്പോൾ ട്രോളിക്ക് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ട്രോളി ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഇൻ തേർഡ് കേസ് പറഞ്ഞാൽ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതെങ്കിൽ FD കോസ് തീറ്റയിൽ കോസ് 90 0 ആണ്. അതുകൊണ്ട് തന്നെ വർക്ക് 0 ആയിട്ട് മാറും. ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0 ഓർ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ, വർക്ക് ഡൺ ഈസ് 0 ആണ്. അപ്പോൾ SI യൂണിറ്റാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. SI യൂണിറ്റ് ഓഫ് വർക്ക് വരുന്നത് ജൂളാണ്. ജൂളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ J ആണ്. അടുത്തതായിട്ട് എനർജി. എനർജി പറഞ്ഞാൽ എന്താണ്? എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. എനർജി എന്നാണ്, അതായത് ജോലി ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ റൺ ചെയ്യുന്നു, ഒരു റണ്ണിങ് ബോയ്, അതായത് ആ കുട്ടി ഒരു ജോലി ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ റേസ്ഡ് ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് എടുത്ത് പൊക്കുന്ന സമയത്ത് അതൊരു വർക്ക് ചെയ്യുന്ന അതൊരു എനർജിയാണ്. അത് എനർജി ആവശ്യമുള്ളൊരു കാര്യമാണ്. എനർജി ഗെയിൻഡ് ഓർ സ്പെൻഡ് ഈക്വൽ ടു വർക്ക് ഡൺ. എനർജി എത്രത്തോളം നേടുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഉപയോഗിക്കുന്നു അതിനെയാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കൈനറ്റിക് എനർജി? നമ്മൾ എക്സാമ്പിളായിട്ട് ഒരു മൂവിങ് കാർ അല്ലെങ്കിൽ ഒരു റണ്ണിങ് അത്ലറ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. കൈനറ്റിക് എനർജി ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ. അവരുടെ മൂവ്മെൻറ്റ് കൊണ്ട്, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന എനർജിയെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള മൂവിങ് കാർ മൂവ് ചെയ്യാണ്, ആ മോഷൻ കൊണ്ട് വരുന്ന എനർജിയാണ്. റണ്ണിങ് അത്ലറ്റ് റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് KE ഈസ് ഈക്വൽ ടു ½ mv². നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടും ഒരു കാർ വിത്ത് സ്പീഡ് ഇൻഡിക്കേറ്ററാണ് പറയുന്നത്. അതിൻ്റെ കാറിൻ്റെ മാസ് 100 kg, മറ്റേ സ്പീഡിൽ വെലോസിറ്റി പറയുന്നത് 20 m/s ആണെങ്കിൽ KE ഈസ് ഈക്വൽ ടു ½ × 100 × 20². അതായത് അവിടെ വരുന്നത് ഇത്ര കൈനറ്റിക് എനർജിയാണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് കൈനറ്റിക് എനർജി ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ഈ K ഈസ് ഈക്വൽ ടു ½ mv²ൽ M മാസ്, V വെലോസിറ്റി, ഈ 2 ഫാക്ടറാണ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടുതലാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാസ് ഹെവിയർ ഒബ്ജക്റ്റ് ആണെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. എനർജി 2 എണ്ണമുണ്ട്. ഒന്ന് കൈനറ്റിക് എനർജിയും പിന്നെ ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും. പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിളാണ് ബുക്ക് ഓൺ എ ടേബിൾ, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, ഇതൊക്കെ. അതായത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ എനർജി
സ്റ്റോർഡ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓർ സ്റ്റേറ്റ്. അതിൻ്റെ അവസ്ഥ കൊണ്ടും അതിൻ്റെ പൊസിഷൻ കൊണ്ടും അതിൽ ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് PE അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു m×g×h. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, g ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, h ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ അതിൽ നമുക്കൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കുന്നത് m2 kg ആയിട്ടുള്ള, അതായത് മാസ് 2 kg ഉള്ള ഒരു ഒബ്ജക്റ്റ് 2 മീറ്റർ ഹൈറ്റിലിരിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. m = 2 kg, h 2 മീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് 9.81 m/s². പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2 mgh ആണ്. അപ്പോൾ 2 × 9.81 × 2, അതായത് 9.81 × 4, അതായത് 39.24 ജൂൾസ് ആണ് പൊട്ടൻഷ്യൽ എനർജി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. നമ്മൾ കൈനറ്റിക് എനർജിയുടെ കേസിൽ പറഞ്ഞിരുന്നു മാസ് കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടുന്നു, അതുപോലെ തന്നെ വെലോസിറ്റി കൂടുന്നതനുസരിച്ചും കൈനറ്റിക് എനർജി കൂടുന്നു എന്ന്. ഈ കേസിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ മാസുമാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി. ഒരു എനർജി ക്യാൻ ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് എനർജിക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പെൻഡുലത്തിൻ്റെ മോഷൻ, അത് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നിരിക്കുന്ന ഇതിനെ അത് ആടുന്ന സമയത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. തിരിച്ച് പെൻഡുലം സ്റ്റോപ്പ് ആകുമ്പോൾ കൈനറ്റിക് എനർജിയിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് മാറുന്നുണ്ട്. നെക്സ്റ്റ്, ഹൈഡ്രോ ഇലക്ട്രിക് ഡാം. അത് പൊട്ടൻഷ്യൽ എനർജിയിലിരിക്കുന്ന ഡാം കൈനറ്റിക് എനർജിയിലേക്ക്, അതായത് അത് ടർബൈൻ കറങ്ങി അത് മൂവ് ചെയ്യാൻ, വെള്ളം ഒഴുകാൻ തുടങ്ങുമ്പോൾ അത് കൈനറ്റിക് എനർജിയിലേക്ക് എത്തും. അതിനുശേഷം അത് ടർബൈൻ വഴി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് മാറും. അപ്പോൾ ഡാമിൻ്റെ കേസിൽ ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ടു കൈനറ്റിക് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെയാണ് എനർജി ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രിക്കൽ ബൾബ് കത്തുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് പ്ലസ് ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് എനർജിയെ നമുക്ക് ഉണ്ടാക്കാനോ അത് നശിപ്പിക്കാനോ പറ്റില്ല. അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊത്തത്തിൽ ടോട്ടൽ എനർജി എടുത്താൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയുണ്ടോ അത്രയും തന്നെ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് എനർജീനെ നമുക്ക് സീറോ ആവുന്നില്ല, അതുപോലെ തന്നെ ഡിസ്ട്രോയ് ആക്കാനും പറ്റില്ല. നെക്സ്റ്റ്, പവർ. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഒരു ജോലി ചെയ്യുന്നതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചാണ് പവർ എന്ന് പറഞ്ഞാൽ. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അതായത് ടോട്ടൽ വർക്ക് രണ്ടുപേരും 2 സ്പീഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടൈം എടുക്കുന്നത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരാൾ ടോട്ടൽ വർക്ക് എത്ര ടൈം കൊണ്ടാണ് എടുത്തത് എന്നുള്ളതാണ് പവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അതിൻ്റെ SI യൂണിറ്റ് വരുന്നത് വാട്ട് ആണ്. അതിൻ്റെ ഒരു സ്പെഷ്യൽ യൂണിറ്റാണ്, അതായത് മെഷീൻസിൻ്റെ കേസിലുള്ള സ്പെഷ്യൽ യൂണിറ്റാണ് 1 ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട് ആണ് വരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വർക്ക്, പവർ, എനർജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ എടുത്ത് നോക്കാം. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. ഫസ്റ്റ്, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അത് എത്രത്തോളം ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു എന്നുള്ളതാണ് വർക്ക് നോക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ വർക്ക് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും 0 ആയിട്ടാണ് വാല്യൂ വരുന്നത്. നെക്സ്റ്റ്, എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. എനർജി 2 തരത്തിലുണ്ട്. കൈനറ്റിക് എനർജിയുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയുണ്ട്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 12mv² ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ mgh ആണ്.
കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് മൂവ്മെൻ്റ് ഉള്ള സമയത്ത് വരുന്നതാണ് കൈനറ്റിക് എനർജി. അതുകൊണ്ട് വെലോസിറ്റിയാണ്. വെലോസിറ്റി കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും, മാസ് കൂടിയാലും കൈനറ്റിക് എനർജി കൂടും. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്ന സമയത്തുള്ള എനർജിയാണ്. അതിലെത്രത്തോളം എനർജി ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കുന്നതാണ്. ഹൈറ്റും മാസുമാണ് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. നെക്സ്റ്റ് പവറാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കാണ് പവർ എന്ന് പറഞ്ഞാൽ. വർക്ക് ബൈ ടൈമാണ് പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ്സ്. ഇവിടെ ഡിസ്കസ് ചെയ്ത യൂണിറ്റ്സ് ഒന്ന് ജൂളാണ്. വർക്കിൻ്റെ എനർജിയുടെയും യൂണിറ്റ് ജൂളാണ്. അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇനി എനർജി കൺസർവേഷനെ കുറിച്ചും നമ്മൾ ഈ ഇതിൽ പറഞ്ഞിരുന്നു. ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് RRB ഇക്വേഷന് ഈ ഭാഗത്തു നിന്ന് മെയിനായിട്ട് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ എക്സാം തന്ത്ര എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഈ RRB എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണം.